ബാബറസം IPL ലേലത്തിന് വന്നാൽ 30 കോടി ഉറപ്പായും കിട്ടും. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലേല സമയത്ത് മുൻ പാക് താരമായ തൻവീർ അഹമ്മദ് പറഞ്ഞതാണിത്. ഏതായാലും IPLിലേക്ക് പാക് താരങ്ങൾ അടുത്ത കാലത്തൊന്നും വരാൻ സാധ്യതയില്ല. 2008 ആദ്യത്തെ IPLിന് ശേഷം ഒരു പാക് താരവും IPL കളിച്ചിട്ടുമില്ല. പക്ഷേ IPLിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിൽ പാക് സൂപ്പർ സ്റ്റാറുകൾ കളിച്ചു വരുന്നുണ്ട്. ബാബറസം, മുഹമ്മദ് റിസ്വാൻ, ഷഹീൻ അഫ്രീഡി, ഹാരിസ് റൌഫ്, ഷതാബ് ഖാൻ, ഹസൻ അലി, ഹസൻ ഖാൻ എന്നിങ്ങനെ 8 പാക് താരങ്ങളാണ് ബിഗ് ബാഷിൽ കളിച്ചു വരുന്നത്. എന്നാൽ വലിയ ആഘോഷങ്ങളോടെ ബിഗ് ബാഷ് ലീഗിൽ കളിക്കാനിറങ്ങിയ ബാബർ അസമും മുഹമ്മദ് റിസ്വാൻ ബിഗ് ബാഷിൽ തീർത്തിരിക്കുന്നത് നാണക്കേടിൻ്റെ പുതിയ റെക്കോർഡുകളാണ്. വലിയ ഹൈപ്പിൽ ഓസീസ് മണ്ണിലെത്തിയവർ പാകിസ്ഥാൻ ക്രിക്കറ്റിന് കേൾപ്പിക്കുന്നത് വലിയ പേരുദോഷം. അപ്പുറത്ത് ആഷസ് ടെസ്റ്റിൽ ടീമുകൾ അഗ്രസീവ് അപ്രോച്ചുകൾക്ക് ശ്രമിക്കുമ്പോൾ ഇപ്പുറത്തെ ബിഗ് ബാഷിൽ ഇവർ നടത്തിയത് ടെസ്റ്റ് ലെവൽ ബാറ്റിംഗ് ആണ്. സിഡ്നി സിക്സേഴ്സിന് വേണ്ടിയാണ് പാക് ആരാധകർ കിങ് എന്ന് വിളിക്കുന്ന ബാബർ കളത്തിലിറങ്ങിയത്. ഡിസംബർ 14 പെർത്ത് സ്കോച്ചേഴ്സുമായുള്ള മത്സരത്തിൽ 5 പന്തിൽ 2 റൺസുമായി പുറത്തായിക്കൊണ്ട് സീസൺ തുടങ്ങി. പിന്നാലെയുള്ള മത്സരത്തിൽ 10 പന്തിൽ നേടിയത് 9 റൺസ്. ഡിസംബർ 20 നടന്ന സിഡ്നി തണ്ടേഴ്സുമായുള്ള മത്സരത്തിൽ നേടിയത് 58 റൺസ്. പക്ഷേ അതിനായി നേരിട്ടത് 42 പന്തുകളാണ്. പിന്നാലെ അടുത്ത മത്സരത്തിൽ 7 പന്തിൽ 2 റൺസുമായി പുറത്തായി. അടുത്ത മത്സരത്തിൽ 58 റൺസ് നേടിയെങ്കിലും അന്നും 46 പന്തുകൾ നേരിട്ടു. ജനുവരി 8 നടന്ന മത്സരത്തിൽ കുറിച്ചത് 17 പന്തിൽ 14 റൺസ്. അഥവാ ബാബർ 2 മത്സരങ്ങളിലെ മികച്ച സ്കോർ നേടിയിട്ടുള്ളൂ. പക്ഷേ റൺസ് നേടാതിരുന്ന മത്സരങ്ങളെക്കാൾ പരിഹാസങ്ങൾ റൺസ് നേടിയ മത്സരങ്ങൾക്ക് ബാബറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റും ബാറ്റിംഗ് അപ്രോച്ചും തന്നെയാണ് ഇതിന് കാരണം. മെൽബൺ റണഗേഡ്സുമായുള്ള മത്സരത്തിൽ ബാബർ 46 പന്തിൽ 58 റൺസ് നേടുകയും ടീം വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ സ്ലോ അപ്രോച്ചിനെ ആഡം ഗിൽസ് കമന്ററി ബോക്സിലിരുന്ന് രൂക്ഷമായി വിമർശിച്ചു. ബാബർ അസമിൻ്റെ പരിമിതമായ പവർ അദ്ദേഹത്തെ ബൗണ്ടറി ഓപ്ഷനുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. കൂടാതെ ഒരു ബോളിൽ 1 റൺസ് എന്ന അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അദ്ദേഹത്തിൻ്റെ പങ്കാളികളെ കൂടുതൽ പ്രഷറാക്കുന്നുവെന്നും ഗിൽക്രിസ്റ്റ് പറഞ്ഞു. അതിനിടയിൽ സിഡ്നി കാണികൾ ബാബറിനെ കൂവിയതായും വാർത്തകളുണ്ട്. ബിഗ് ബാഷിൽ 7 മത്സരങ്ങൾ കളിച്ചപ്പോൾ ബാബർ നേടിയത് 145 റൺസാണ്. അതിനായി 134 പന്തുകൾ ഫേസ് ചെയ്യുകയും ചെയ്തു. ഇതൊരു 20-20 ആണെന്ന് ഓർക്കണം. ബാബർ ബിഗ് ബാഷിൽ ദുരന്തമാണ് എങ്കിൽ മുഹമ്മദ് റിസ്വാനെ മഹാദുരന്തം എന്ന് വിളിക്കാം. ഒറ്റ നോട്ടത്തിൽ തന്നെ IA എന്ന് തോന്നിപ്പിക്കുന്ന സ്കോറുകളാണ് മെൽബൺ റെനഗേഡ്സിനായി റിസ്വാൻ സംഭാവന ചെയ്തിരിക്കുന്നത്. 6 മത്സരങ്ങളിൽ നിന്നും നേടിയത് 120 റൺസ്, അഥവാ ആവറേജ് 20. ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം. റിസ്വാന്റെ സ്ട്രൈക്ക് റേറ്റ് 99.17 ആണ്. ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ 2020-ൽ ഇത്രയും മോശം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കാനാണ്? നടന്നു വരുന്ന ബിഗ് ബാഷിൽ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റുള്ള താരമെന്ന ബഹുമതിയും റിസ്വാന് സ്വന്തം. സീസണിൽ ഇതുവരെ ഒരു സിക്സർ പോലും അദ്ദേഹത്തിന് അടിക്കാനായിട്ടില്ല. എക്സ്ട്രാ ബൗൺസുള്ള ഓസ്ട്രേലിയൻ പിച്ചുകൾ റിസ്വാനെ എക്സ്പോസറാക്കി എന്നതാണ് സത്യം. ബാബറിൻ്റെയും റിസ്വാൻ്റെയും ബാറ്റിംഗ് അപ്രോച്ച് കാണികൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാൻ പോകുന്നതാണ്. മറ്റ് പാക് താരങ്ങളുടെ കാര്യവും വലിയ മാറ്റമൊന്നുമില്ല. ബ്രിസ്ബെൻ ഹീസിനായി കളിച്ച ഷഹീൻ അഫ്രീഡിയും ഓസ്ട്രേലിയൻ മണ്ണിൽ അപമാനിതനായി. 4 മത്സരങ്ങളിൽ കളത്തിലിറങ്ങി പരിക്കിനെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങുമ്പോൾ അഫ്രീഡിയുടെ എക്കോണമി 11.19 എന്ന നാണം കെട്ട നമ്പറിലാണ്. കൂടാതെ ബിഗ് ബാഷിലെ ആദ്യ മത്സരത്തിൽ തുടർ ബീമറുകൾ എറിഞ്ഞതിനാൽ അഫ്രീഡിയുടെ ഓവർ അമ്പയർ പാതിയിൽ കട്ടാക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ 3D പ്ലെയറായ ഷതാബ് ഖാന്റെ കാര്യത്തിലും കാര്യമായ മാറ്റമൊന്നുമില്ല. പക്ഷേ എല്ലാവരും പരാജയമായപ്പോൾ മിന്നിയത് ഹാരിസ് റൌഫാണ്. മെൽബൺ സ്റ്റാർസിനായി 7 മത്സരങ്ങളിലും പന്തെറിഞ്ഞ റൌഫ് 13 വിക്കറ്റുകളുമായി മുന്നിൽ തന്നെയുണ്ട്. ഡെത്ത് ഓവറുകളിൽ ഭേദപ്പെട്ട രീതിയിൽ പന്തെറിയുന്ന റൌഫിന്റെ എക്കോണമി 8.95 ആണ്. ഓസ്ട്രേലിയൻ പിച്ചുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ മറ്റു പാക് ബൗളർമാരേക്കാൾ മുന്നിലാണ് താനെന്ന് റൌഫ് ഒരിക്കൽ കൂടി തെളിയിച്ചു. ബിഗ് ബാഷിൽ ഏറ്റവും അധികം ശമ്പളം പറ്റുന്നവരാണ് പാക് താരങ്ങൾ. ബാബറിന് സിഡ്നി സിക്സേഴ്സ് $4,20,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് അഥവാ 10 കോടി രൂപ വരെ പാകിസ്ഥാൻ മണി കൊടുക്കുന്നുണ്ട്. IPLിൽ പാക് താരങ്ങൾ കളിക്കാത്തതിനാൽ തന്നെ ഇവരെ ഉൾപ്പെടുത്തി ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂ വർദ്ധിപ്പിക്കാനാണ് ബിഗ് ബാഷ് അധികൃതരുടെ ശ്രമം. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ജനുവരി മാസത്തിൽ നിന്നും മാറ്റിയതോടെ പാക് താരങ്ങൾ കൂടുതൽ അവൈലബിൾ ആകുന്നത് ബിഗ് ബാഷിന് മൈലേജ് നൽകുന്നു. ഇങ്ങനെയൊക്കെ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും ഇവർ നടത്തുന്ന മോശം പെർഫോമൻസ് പാക് താരങ്ങൾക്ക് വലിയ വിമർശനമാണ് ഉണ്ടാക്കുന്നത്. അതിനിടയിൽ ശ്രീലങ്കയിൽ പാകിസ്ഥാൻ ഒരു 20-20 സീരീസ് കളിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന 2020 ലോകകപ്പിന് മുന്നോടിയായാണിത്. ബിഗ് ബാഷിൽ നിന്നും മടങ്ങിയെത്തിയ ഷതാബ് ഖാന്റെ മിടുക്കിൽ ആദ്യ മത്സരം അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാബറും റൌഫും അടക്കമുള്ളവരൊന്നും ഈ സീരീസിൽ പങ്കെടുക്കാതെ ബിഗ് ബാഷ് കളിക്കുകയാണ്. മുൻനിര ടീമുകളെല്ലാം 2020 ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചെങ്കിലും പാകിസ്ഥാൻ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടയിൽ പാകിസ്ഥാൻ 20 അംഗങ്ങളുള്ള ഒരു പ്രൊഫഷണൽ ടീമിനെ പ്രഖ്യാപിച്ച് ICCക്ക് കൈമാറിയെന്നും വാർത്തകളുണ്ട്. ബാബറും അഫ്രീഡിയുമെല്ലാം ഇടം പിടിക്കുമെന്നും റിസ്വാൻ പുറത്താകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.